മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിന് ആ വിലപ്പെട്ട തെളിവ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മാനസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് മേഘന് ബന്ധമുണ്ടായിരുന്നു. അവർ തമ്മിൽ ലീവിങ് ടുഗദർ ആണെന്നുള്ള ആ തെളിവ് അറിയിക്കുന്ന രൂപത്തിനായിരുന്നു ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തത്. അതിനെ തുടർന്ന് മഞ്ജു വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കരഞ്ഞു വിളിച്ച് കമലേശ്വരം വീട്ടിലേക്ക് തന്നെ വരുന്നു. കാര്യങ്ങളെല്ലാം നമ്മുടെ കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞു. കണ്ണൻ പറയുന്നുണ്ട്, സാരമില്ല, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ലേ നീ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് പെൺകുട്ടികളുമായിട്ടുള്ള അവൻ്റെ ബന്ധം നീ വഴി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ ഇപ്പം ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് അവൻ. സാരമില്ല, അവരൊക്കെ വഴിയെ വന്നോളും. കാരണം അവ ഇപ്പോൾ എല്ലാവർക്കും ചെല്ലിനും ചിലവിനും കൊടുക്കുന്നത് നിർത്തിക്കാണും. കല്യാണം കൂടി കഴിഞ്ഞപ്പം അവന് ചിലവ് കൂടിയില്ലേ. എന്നാൽ കമലേശ്വരം കമ്പനിയിലെ ജോലിയും കൂടെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവനാകെ പരിങ്ങല. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ചിലവിന് മേടിച്ചുകൊണ്ടിരുന്നവർ ഉറപ്പായും തിരക്കി വന്നോളും. അതുകൊണ്ട് തന്നെ നീ കരുതിയിരിക്കാൻ പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഞാനിനി അങ്ങോട്ടേക്കില്ല, എനിക്കിനി അയാളോട് ജീവിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഏട്ടനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഏട്ടത്തി അമ്മയോടും വേണ്ടാത്ത വർത്തമാനങ്ങളെല്ലാം പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ മാർക്കോയ്ക്കൊപ്പം പാതിരാത്രി ഏട്ടത്തിയായിരിക്കും ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പം ഏട്ടത്തി പറഞ്ഞിരുന്നു, അങ്ങനെ ആര് വിളിച്ചാലും ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ്റെ കൂടെയാണ് ഞാനിപ്പം ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ വെല്ലുവിളിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ മേഘട്ടൻ ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന്. അതിനുള്ള തിരിച്ചടി ഇത്രയും പെട്ടെന്ന് ദൈവം തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ച് സംസാരിച്ച് വീട്ടിലേക്ക് ചെന്ന് ഉടൻ തന്നെയായിരുന്നു എൻ്റെ ഫോണിലേക്ക് ഈ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നത്. എനിക്ക് മതിയായെന്നൊക്കെ മഞ്ജു വിഷമത്തോടെ കരഞ്ഞ് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതിനൊരു കാരണമുണ്ട്. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എല്ലാവരും എന്നെ സ്നേഹിച്ചിരുന്നു. കാര്യം ശരി തന്നെ. എങ്കിലും ഏറ്റവും കൂടുതൽ ഉണ്ണിയേക്കായും എന്നെ സ്നേഹിച്ചതും എൻ്റെ പിറകെ വീൽചെയർ ഉരുട്ടി നടന്നതും നീ ആയിരുന്നു. നീ കുഞ്ഞായിരുന്നപ്പോൾ പോലും നിന്നെ എടുത്ത് കൊഞ്ചിച്ചതും കളിപ്പിച്ചതും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിൻ്റെ ജീവിതം സേഫ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേഘനുമായിട്ടുള്ള കല്യാണം വേണ്ടത് ഞാൻ വാശി പിടിച്ചത്. സത്യത്തിൽ നിൻ്റെ ജീവിതം തകർത്തത് നിൻ്റെ അമ്മയും അമ്മാവനും നിൻ്റെ കുഞ്ഞാങ്ങളെയും കൂടിയാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് ദുർഗാമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരുപാട് സൂചന തന്നിരുന്നു അവൻ കൊള്ളില്ല, അവൻ മഞ്ജുവിന് ചേരുന്ന പയ്യനല്ലെന്ന്. പക്ഷേ അവനൊരു പെൺകുട്ടിയായിട്ടൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അന്നേരം കണ്ണൻ തിരുത്തുന്നുണ്ട്, ഒരു പെൺകുട്ടിയല്ല, ഒന്നിലധികം പെൺകുട്ടികൾ. എൻ്റെ മഹി അവൾക്ക് മേഘനിൽ നിന്നുണ്ടായ ദുരനുഭവം നിങ്ങളോടൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എന്തായിരുന്നു ചാടിയത്. ഇനിയെങ്കിലും അവളെ പഴിക്കുന്നതൊന്നും നിർത്തൂ. എൻ്റെ മഹി മറ്റുള്ള ചെറുപ്പക്കാരന്മാരോടൊപ്പം പോകുന്ന ടൈപ്പ് പെൺകുട്ടിയല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സാഗർ അവളെ വളച്ച സമയത്ത് രഹസ്യമായിട്ട് ആ ബന്ധം തുടരായിരുന്നു. എൻ്റെ മഹി അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എന്ന് പറയുന്ന സമയത്ത് ദുർഗാമ്മ പൊട്ടിക്കരയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മകളുടെ ജീവിതം തകർന്നു. അത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മഞ്ജു ആ മാർക്കോയെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? തോന്നിവാസിയാ, പെണ്ണുപിടിയനാ, ഗുണ്ടയാ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ മാർക്കോയെ പോലൊരു ചെറുപ്പക്കാരനെ കിട്ടണമെങ്കിൽ തപസ്സിരിക്കണം. അത് കേട്ട് മഞ്ജു അമ്പരന്ന് കണ്ണനെ നോക്കി പറയുന്നുണ്ട്, ജീവിതം തന്നെ തകർന്ന് മടുത്തിരിക്കുന്ന സമയത്താണോ കണ്ണേട്ടൻ മറ്റൊരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നത്? അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ ജീവിതം തകർന്ന് നീ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് ജീവിക്കാതെ അന്തസ്സായിട്ട് മറ്റൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുക്കണം. എന്തായാലും നിനക്ക് ചേരുന്ന ബന്ധമായിരുന്നില്ല ഈ മേഘനുമായിട്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ഒരുമിച്ച് ജീവിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും മേഘനുമായിട്ടുള്ള നിന്റെ കല്യാണത്തിന് മുമ്പ് ഈ പറയുന്ന മാർക്കോയെ എനിക്ക് അറിയാമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവനെയും കൊണ്ടേ നിന്നെ കല്യാണം കഴിപ്പിക്കുള്ളായിരുന്നു. അതും നീ ആഗ്രഹിക്കുന്ന സ്വത്തുക്കളെല്ലാം തന്നു തന്നെ. അത് കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, ഇനിയൊന്നും നടക്കില്ലല്ലോ, എൻ്റെ മോളുടെ ജീവിതം തകർന്നില്ലേ എന്ന് പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നു, തീർത്തും അങ്ങനെ പറയണ്ട, എന്താവുമെന്ന് നോക്കാം. എന്തായാലും ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണ്ട. ഈ ഒരു തെളിവ് വെച്ച് തന്നെ അവനെ നമുക്ക് കൊടുക്കണം. അവൻ മഞ്ജുവിനോട് ചെയ്ത ചതി വെച്ച് നോക്കുമ്പോൾ സഹോദരൻ്റെ മകനാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ഒന്നും അമ്മ കാണിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നീതി കിട്ടും. അവനെ നമുക്ക് ഉറപ്പായിട്ടും കൊടുക്കണം. എന്നിട്ട് കണ്ണൻ മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. മാർക്കോയും മഞ്ജുവും തമ്മിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും നടത്തി വെക്കണം. ആ മേഘനെ ഒഴിച്ചു കളയണം എന്നൊക്കെ ആലോചിക്കുന്ന ആ ഒരു എപ്പിസോഡായിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.